നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 1/2 കോടി രൂപയിലേറെ വില വരുന്ന MDMA ആലുവയിൽ യുവതി പിടിയിലായത് ദിവസങ്ങൾക്ക് മുമ്പാണ്. ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കൊച്ചിയിൽ യുവാക്കൾക്കിടയിൽ വിൽപ്പന നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് യുവതി മയക്കുമരുന്ന് കടത്തിയത്. ബാഗിനുള്ളിലെ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് മയക്കുമരുന്ന് പോലീസ് കണ്ടെടുത്തത്. മയക്കുമരുന്ന് ആലുവയിൽ കൈമാറിയ ശേഷം പിറ്റേന്ന് തീവണ്ടിയിൽ തന്നെ തിരിച്ചു പോവുകയാണ് ഇവരുടെ സ്ഥിരം രീതിയെന്ന് പോലീസ് പറയുന്നു. ബംഗളൂരു മുനേശ്വര നഗറിൽ സർമീൻ അക്തർ എന്ന 26-കാരിയാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിയിലായത്. സ്ഥിരമായി ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുകയും യുവാക്കൾക്ക് കൈമാറുകയുമായിരുന്നു ഇവരുടെ രീതി. പോലീസ് പിടികൂടിയതിന്റെ ജാള്യതയും ചെറിയ പേടിയും യുവതിയുടെ മുഖത്തുണ്ടായിരുന്നെങ്കിലും അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ തെല്ലും മടിയില്ലാത്തതുപോലെയാണ്. പോലീസിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഇവർ മറുപടി നൽകുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് കയറാനുള്ള ശ്രമവും നടത്തി. എന്നാൽ ആരോ രക്ഷിക്കാൻ വരുമെന്നുള്ള ഉറപ്പുപോലെയാണ് സർമീർ അക്തർ പോലീസ് സ്റ്റേഷനിൽ നിന്നതെന്ന് ശരീരഭാഷ കൊണ്ട് മനസ്സിലായി. സർമീൻ വെറും കാരിയർ മാത്രമാണെന്ന് പോലീസിനറിയാം. ഇതിലും വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും ആലുവ പോലീസും ചേർന്നാണ് യുവതിയെ തന്ത്രപരമായി കുടുക്കിയത്. സ്ഥിരമായി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നയാളാണ് യുവതി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഡൽഹിയിൽ നിന്നാണ് യുവതി കൊച്ചിയിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നത്. ട്രെയിനിലാണ് സ്ഥിരം യാത്ര. ആർക്കും സംശയം തോന്നാത്ത രീതിയിലാണ് തന്റെ ഇടപാടുകാർക്ക് ലഹരി കൈമാറുന്നത്. പിറ്റേ ദിവസം തന്നെ ട്രെയിനിൽ മടങ്ങിപ്പോവുകയും ചെയ്യും. ഈ യുവതി കൊച്ചി കാണാനൊന്നും മെനക്കെടാറില്ല. കൊച്ചി നിരവധി യുവാക്കളാണ് യുവതിയുടെ കസ്റ്റമേഴ്സായി വരാറുള്ളതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി വി അനിൽ, ആലുവ ഡിവൈഎസ്പി എ പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് MDMA കണ്ടെത്തിയത്. 1 കിലോ MDMA ആണ് യുവതിയിൽ നിന്ന് പിടിച്ചെടുത്തത്. മാർക്കറ്റിൽ 1/2 കോടി രൂപയിലേറെയാണ് ഇതിന്റെ വില. ലഹരി മരുന്നുകളുടെ വില നിശ്ചയിക്കാനാവില്ല എന്നതാണ് ഒരു സത്യം. ഓരോ സമയത്തും വില ഏറിക്കൊണ്ടിരിക്കും. സർമീൻ പിടിക്കപ്പെട്ടതുപോലും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ സർമീന് ലഹരി നൽകുന്നവരോ സർമീനുമായി ഇടപാടുകൾ നടത്തിയവരോ പിണങ്ങിയവരോ സർമീന്റെ ശത്രുക്കളോ ആയിരിക്കാം വിവരം പോലീസിന് കൈമാറിയതെന്നും സൂചനകൾ വരുന്നുണ്ട്. വരുന്നയാളുടെ കൈവശമുള്ള വസ്തുക്കൾ, ക്യാരിയറുടെ പേര്, ഇട്ടിരിക്കുന്ന വേഷം ഇവയെല്ലാം രഹസ്യ വിവരം നൽകിയ ആൾ പോലീസിന് നൽകിയിട്ടുണ്ടാവണം. ഇപ്പോൾ 1/2 കോടിയുടെ MDMA കൊണ്ടുവരാൻ കാണിച്ച ധൈര്യം എങ്ങനെ ലഭിച്ചു എന്നത് പ്രസക്തമായ ചോദ്യമാണ്. ഇതിനു മുമ്പും നിരവധി തവണ വളരെ സുരക്ഷിതമായി സമീൻ ലഹരി എത്തിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ എന്നതും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ആലുവ വഴിയാണ് ലഹരി മരുന്ന് ഒഴുകുന്നത്. ഇതര സംസ്ഥാനക്കാർ ഏറ്റവും കൂടുതൽ വന്നുപോകുന്ന സ്റ്റേഷനാണിത്. ലഹരി മരുന്ന് ഇടപാടിലും മുൻപന്തിയിലായിരിക്കുകയാണ് ഈ സ്റ്റേഷൻ. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി മരുന്ന് ട്രെയിൻ മാർഗം സുരക്ഷിതമായി എത്തിക്കാൻ മാഫിയ തിരഞ്ഞെടുക്കുന്നത് ആലുവയെയാണ്. സ്റ്റേഷനിൽ ലഹരി അടക്കമുള്ളവ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ വർഷങ്ങളായി കാര്യക്ഷമമല്ല. ഇതാണ് കടത്തുകാർ ആലുവ തിരഞ്ഞെടുക്കാൻ പ്രധാന കാരണം. ലഹരി മരുന്നായി വരുന്ന ഏജന്റുകാർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിൽക്കുന്ന മലയാളി ഏജന്റുമാർക്ക് ഇവ കൈമാറുകയാണ്. ഇവരാണ് വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത്. രഹസ്യ വിവരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമാണ് വല്ലപ്പോഴും കുടുങ്ങുന്നത്. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് മാഫിയ തഴച്ചു വളരുന്നത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനും കാരണമാകുന്നുണ്ട്. സ്റ്റേഷൻ പരിസരങ്ങളിൽ അടുത്തിടെ നിരവധി അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.